ജി സുധാകരൻ ചെയ്തത് ചെറ്റത്തരമാണത്രേ. പറയുന്ന ആരാണെന്നറിയോ? പരനാറി വിജയനാണ് പറയുന്നത്. ആരാണ്? പരനാറി വിജയൻ. ആരാണ് ഈ പരനാറി വിജയൻ? CPM എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ ഈ തിരഞ്ഞെടുപ്പോടെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടാൻ പോകുന്നതിന് കാരണക്കാരനായ പരനാറി എന്ന് എന്തുകൊണ്ട് വിശേഷിപ്പിക്കാവുന്ന, അതിലുപരി ഇപ്പം വിളിച്ച ഈ പ്രയോഗമുണ്ടല്ലോ ചെറ്റ. ആരാണ് CPM-ലെ ചെറ്റ? CPM-ൽ ഒരൊറ്റ ചെറ്റേ ഉള്ളൂന്നേ. CPM-ൽ ഒരൊറ്റ പരനാറിയേ ഉള്ളൂ. CPM-ൽ ഒരൊറ്റ നികൃഷ്ട ജീവിയേ ഉള്ളൂ. CPM-ൽ ഒരൊറ്റ കുലംകുത്തിയേ ഉള്ളൂ. അത് പിണറായി വിജയനാണ്. അത് പിണറായി വിജയൻ മാത്രമാണ്. എന്താ സംശയം? ആർക്കാ സംശയം? കോടികൾ ചെലവഴിച്ചിട്ട് ആരുടെ കോടികളാണ് ഇതൊന്നും? തായ്ക്കണ്ടി തറവാട്ടിൽ നിന്ന കോടികളല്ല. എന്റെയും നിങ്ങളുടെയും പോക്കറ്റിൽ കൈയിട്ടിട്ട് ഇയാൾ കഴിഞ്ഞ 5-6 മാസമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന PR വർക്കുകൾ ഉണ്ടല്ലോ അല്ലേ? മോഹൻലാലിനെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇയാൾ ചിരിക്കാൻ അറിയാം, വിജയന് ചിരിക്കാൻ അറിയാം എന്ന് കാണിക്കാനോ? ഇയാളുടെ വീരകഥകൾ കേൾപ്പിക്കാനോ? അതുകൊണ്ട് സംഭവിച്ചത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. മോഹൻലാൽ എന്ന് പറയുന്ന എക്കാലത്തെയും മലയാളത്തിന്റെ മഹാനായ നടന് അയാളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. മോഹൻലാലിന്റെ ഒരു മഹത്വം, അല്ലെങ്കിൽ സാധാരണ മോഹൻലാലിനെ ആരാധകർ കാണുന്നത് ആ മോഹൻലാൽ എല്ലാവരുടെയും ഞങ്ങളുടെ മഹാനടനാണല്ലോ എന്നൊക്കെ പറയുന്ന ആ ഒരു പരിവേഷം പോയി. അതിന് പകരം ഒരു നാണം കെട്ട PR വർക്ക് നടത്തിയല്ലേ? എത്ര കോടിയാണ്? ഇതുവരെ കണക്ക് പുറത്തു വന്നിട്ടില്ല. ഞാൻ ആ വീഡിയോ ആ തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ മുടക്കിയ ലക്ഷങ്ങളെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത് കേട്ടോ. അത് ഇവിടുത്തെ എല്ലാ ചാനലുകളും കാണിച്ചല്ലേ? ചാനലുകൾ ചക്കാത്തിരി കാണിച്ചതല്ല. പിണറായി വിജയനോടുള്ള എന്താ പറയാ പ്രേമം മൂത്തിട്ട് എല്ലാ ചാനലുകളും ഈ വീഡിയോ പ്രദർശിപ്പിച്ചതല്ല, ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചതല്ല, ഈ PR വർക്ക്, ഈ നാണം കെട്ട PR വർക്ക് പ്രദർശിപ്പിച്ചതല്ല. ഓരോ ചാനലിൽ നിന്നും അവരുടെ ആ പ്രത്യേക സമയം പൈസ കൊടുത്തു വാങ്ങിയിട്ട്, കോടികൾ കൊടുത്തു വാങ്ങിയിട്ട്, എന്ന് പറഞ്ഞാൽ കോടികൾ എടുത്തിട്ടാണ് പിണറായി വിജയന്റെ ആ വീഡിയോ പ്രദർശിപ്പിച്ചത്. 5 മിനിറ്റിനപ്പുറം ആരും കാണില്ലത്. അത് വേറൊരു കാര്യം. 5 മിനിറ്റിനപ്പുറം ആരും കാണാൻ പറ്റില്ല. ആ രീതിയിലുള്ള ഏറ്റവും ആഭാസകരമായ ഒരു PR വർക്കായിരുന്നു അത് അല്ലേ? എന്തൊക്കെ കള്ളക്കഥകളാണ് ഈ കോപ്പം പറഞ്ഞത് അല്ലേ? ആരിത് കണ്ടിരിക്കും? സഖാക്കന്മാര് പോലും കണ്ടിരിക്കില്ല. ഏറ്റവും വലിയ പിണറായി ഭക്തന്മാര് പോലും കണ്ടിരിക്കില്ല. കോടികൾ ചെലവിട്ട് നടത്തിയ ഈ രീതിയിലുള്ള തട്ടിപ്പ് പരിപാടികൾ. അങ്ങനെ ഇവർ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പരിവേഷമുണ്ടല്ലോ. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഈ മഹാബലിക്ക് ശേഷം കേരളം ഭരിക്കാനെത്തിയ എന്താ പറയാ സർവ്വ പ്രജകളുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കോപ്പനാണ് എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് ഇന്നലത്തോടെ പിണറായി തന്നെ തച്ചുടച്ചത്. വിളിക്കുകയാണ് സംശുദ്ധനായ നേതാവിന്റെ ജി സുധാകരന് മുന്നിലേക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു വ്യക്തിത്വം തനിക്കുണ്ടോ? എന്നിട്ടാണ് അയാളെ ചെറ്റ എന്ന് വിളിക്കുന്നത് അല്ലേ? ഇതൊക്കെ കാണുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ കേട്ടോ. ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പിൽ ഇതുവരെ CPM ഉണ്ടാക്കിയെടുത്ത എല്ലാ വ്യാജ നിർമ്മിതികളും എല്ലാ വ്യാജ PR വർക്കുകളും ഒരൊറ്റ ചെറ്റ വിളിയുണ്ട് പിണറായി വിജയൻ തന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. ആരാടോ തനിക്ക് വോട്ട് ചെയ്യുക? ആര്? ജി സുധാകരൻ പറയുന്നതെന്ന് അറിയോ? മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മറുപടി പറയുന്നില്ല പറയുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ ഇതിനൊക്കെ എന്തും മറുപടി പറയേണ്ടത്? ഈ ചെറ്റയോട് എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഇതൊക്കെ കൊടുത്ത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ജി സുധാകരൻ സഖാവ് മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. സുധാകരൻ സഖാവ് മറുപടി പറയാതിരിക്കില്ല, അത് വേറൊരു കാര്യം. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ചെറ്റയാരാണ് എന്നും പരനാറി ആരാണെന്നും കുലംകുത്തി ആരാണെന്നും നികൃഷ്ട ജീവി ആരാണെന്നും ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് മുഴുവൻ ഒരു പാർട്ടിയെ മുച്ചൂട് നശിപ്പിച്ച CPM എന്ന് പറയുന്ന മഹത്തായ ആശയങ്ങളുള്ള ഒരു പാർട്ടി, ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയെ തനിക്ക് വേണ്ടിയിട്ട്, തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, തന്റെ മരുമകന് വേണ്ടിയിട്ട് നശിപ്പിച്ച ഏറ്റവും വലിയ നൃശംസൻ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ കേട്ടോ. ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല പിണറായി. ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല കേട്ടോ. ധർമ്മടത്ത് പോലും നിങ്ങൾ വിറയ്ക്കുകയാണ് കേട്ടോ. അതിന്റെ അടുക്ക് വിജയരാഘവൻ എന്ന് പറയുന്ന വേറൊരു മുതല്. വിജയരാഘവൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ജയിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത വിജയരാഘവൻ, മന്ത്രി ബിന്ദുവിന്റെ ഭർത്താവ്. ഒന്നുകിൽ വിജയരാഘവൻ ഒരു സ്ഥാനം, അല്ലെങ്കിൽ ഭാര്യക്ക്, അങ്ങനെയാണല്ലോ ഇപ്പം. ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ. വിജയരാഘവൻ പറയുന്നു, ഒരു കഴിഞ്ഞ ഇപ്പത്തെ ചാനലുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗമാണ്. മരണം വരെ ഒരാൾക്ക് MLA ആയിരിക്കണം. അത്തരം
വഞ്ചകനാണ്, വർഗവഞ്ചകനാണ്. ജി സുധാകരന് തെറിവിളിക്കുകയാണ്. അവിടെ വേറൊരാള് ആര്? പിണറായി വിജയൻ. അയാൾക്ക് മരണം വരെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണല്ലോ. അതിലാർക്കും തർക്കമൊന്നുമില്ല, അതിലാർക്കും തർക്കമില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പിണറായി വിജയൻ ഇല്ലെങ്കിൽ കേരളം ഇല്ല അത്രേ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് സംഭവിക്കാൻ. ഇയാൾ ചിരഞ്ജീവി ഒന്നുമല്ലല്ലോ, പിണറായി വിജയന്റെ കാലം കഴിയുമ്പോൾ അത്ര കാലം ഒന്നും കാത്തിരിക്കേണ്ട, അത് വേറൊരു കാര്യം. പിണറായി വിജയന്റെ കാലം കഴിയുമ്പോൾ പിന്നെ CPM ഉണ്ടാവില്ല എന്നുള്ളത് അത് നമുക്ക് മാറ്റിവെക്കാം. കാരണം അത്രയും കാലം കാത്തിരിക്കണ്ടെന്നേ. അതിനു മുമ്പ് പിണറായി വിജയൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാണണം. പിണറായി വിജയൻ ജീവിച്ചിരിക്കുമ്പോൾ കാണണം CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ വേരറ്റു പോകുന്നത്. മരുമാനെ വാഴിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നല്ലോ. അവസാനം പാർട്ടി തന്നെ ഇല്ലാതായി പോകുമ്പോ എന്ത് മരുവൻ അല്ലേ? ഇതിലൊരിടത്ത് പറയുന്നു, സ്ഥാനമോഹം വന്നാൽ അതിന്റെ ഭാഗമായി ഏതുതരം അധപ്പതനവും വരാമെന്നതാണ് കണ്ണൂരിൽ TK ഗോവിന്ദന്റെ പുറത്തുപോക്ക് വ്യക്തമാക്കുന്നത്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ ശ്യാമളയെ മറികടക്കുന്ന മറ്റൊരു മഹിളാ സ്ഥാനാർത്ഥി പാർട്ടിക്കില്ല. തളിപ്പറമ്പിൽ ഇത്തരമൊരു മഹിളാ രത്നം വേറെയില്ലത്രേ. ശ്യാമളയെ പോലെ ആന്തൂർ സാജനെ കൊലക്ക് കെടുത്ത, ആന്തൂർ സാജന്റെ ഭാര്യയെ അവഹേളിച്ച, മാനഭംഗപ്പെടുത്തിയ ഒരു മനുഷ്യ സ്ത്രീ അല്ലേ? ഒരു മനുഷ്യ സ്ത്രീയല്ല. ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം. അതാ പറയുന്നത്. ഇതിനേക്കാൾ വലിയ മഹിളാരത്നം അവിടെ ഇല്ല. കണ്ണൂരിലല്ല, ഈ ഭൂലോകത്ത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയേക്കാൾ മറ്റൊരു സ്ത്രീരത്നം ഇല്ലത്രേ. ശ്യാമളയൊക്കെ പെട്ടപ്പെട്ടാന്ന് പറഞ്ഞ് തോൽക്കുന്നത് കാണാൻ ഇതാ ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് വോട്ടെണ്ണുമ്പോ PK ശ്യാമള എന്ന് പറയുന്ന കരാള രൂപമുള്ള മനുഷ്യ സ്ത്രീ അല്ലേ? ഒരു മനുഷ്യ സ്ത്രീക്കും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കരാളത, കുടിലത, ക്രൂരത, വഞ്ചന. ഇത് മാത്രമാണ് PK ശ്യാമളയുടെ എന്താ പറയാ മഹത്വം എന്ന് പറയുന്നത്. സാജന്റെ ആത്മാവ് പൊറിക്കല് കേട്ടോ ശ്യാമളയോട്. സാജന്റെ ഭാര്യയെ എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത്? പടിക്കെട്ടിന്റെ ഉയരം കൂടിപ്പോയി. ഞാനിവിടെ മറ്റേ എന്താ പറയാ കൊളസ്ട്രോളായിരിക്കുന്ന കാലത്തോളം ആ സ്ഥാപനത്തിന് പാർത്താസ് കൺവെൻഷൻ സെന്ററിന് അനുമതി കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യനെ കൊന്നില്ലേ നിങ്ങൾ? എന്നിട്ടാണ് പറയുന്നത് ഏറ്റവും വലിയ സ്ത്രീരത്നം, മഹിളാരത്നമാണത്രേ. TK ഗോവിന്ദന്റെ ആ അധപ്പതനത്തിൽ ലജ്ജിക്കുകയാണത്രേ. TK ഗോവിന്ദന്റെ അധപ്പതനം. TK ഗോവിന്ദൻ എന്താ അധപ്പതനാണോ? കൈചൂണ്ടി പറഞ്ഞില്ലേ നിങ്ങളുടെ പാർട്ടി ഇങ്ങനെയല്ല, ഇതല്ല പാർട്ടി. ഇങ്ങനെ ഒരാള് വർഷങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ? ഒഞ്ചിയത്ത് TP ചന്ദ്രശേഖരൻ ഇതേപോലെ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞിരുന്നു, വിജയ ഇതല്ല കമ്മ്യൂണിസം എന്ന് പറഞ്ഞിരുന്നു. ആ TP ചന്ദ്രശേഖരൻ നിങ്ങൾ 51 വെട്ടുവെട്ടി കൊന്നു അല്ലേ? ഇപ്പതാ 1000 TP ചന്ദ്രശേഖരന്മാർ വരികയാണ് കൈവിരൽ ചൂണ്ടിക്കൊണ്ട്, വിജയ ഇതല്ല കമ്മ്യൂണിസം എന്ന് അന്ന് TP ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് 1000 TP ചന്ദ്രശേഖരന്മാർ കൈവിരൽ ചൂണ്ടുകയാണ് ഈ പരനാറിക്ക് നേരെ. എന്നിട്ട് പറയാണ്, TK ഗോവിന്ദൻ ആള് ശരിയല്ല, PV കുഞ്ഞികൃഷ്ണൻ ആള് ശരിയല്ല. കാരണം PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു കളഞ്ഞു, രക്തസാക്ഷി ഫണ്ട് ഞങ്ങൾ കക്കും, രക്തസാക്ഷി ഫണ്ട് ഞങ്ങൾ മുക്കും, രക്തസാക്ഷി ഫണ്ട് ഞങ്ങൾ നക്കും. പറയാൻ പാടില്ല. കുഞ്ഞികൃഷ്ണൻ അത് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ മുക്കിയയാളെ, കട്ടാളെ ഞങ്ങൾ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നു. അങ്ങനെയാണ് അവിടെ TI മധുസൂദൻ എന്ന് പറഞ്ഞ രക്തസാക്ഷി ഫണ്ട് മുക്കിയവനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പോഴാണ് കുഞ്ഞികൃഷ്ണൻ അയാൾക്കെതിരെ മത്സരിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ കൊടുത്തു UDF പിന്തുണ. ആകെ വെകിളി പിടിച്ചിരിക്കുകയാണ്. ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത വിധം CPM ആകെ ആടി ഉലയുകയാണ്. ഞങ്ങളുടെ കപ്പിത്താൻ, ഞങ്ങൾക്കൊരു കപ്പിത്താൻ ഉണ്ട് സാർ, ഞങ്ങളുടെ കപ്പൽ ആടി ഉലയുകയില്ല സാർ. ഒരു പെടലി മന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഇപ്പതാ ആറന്മുളയിൽ നെട്ടോട്ടമോടുകയാണ്. ഇപ്പോൾ കഴുത്തിനൊരു ഉളുക്കുമില്ല കേട്ടോ, ഉളുക്കാൻ പോകുന്നു. മെയ് മാസം 4-ാം തീയതി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പെടലി മന്ത്രി വീണ്ടും കിടപ്പിലാകും കേട്ടോ. അപ്പോൾ വിളിച്ചു പറയണം, KFC-കാരുടെ അന്നത്തെ കരിങ്കൊടിയുടെ ഇഫക്റ്റ് ആണ് ഇപ്പോ സംഭവിച്ചതെന്ന്. ഇങ്ങനെ എന്തൊക്കെ കാഴ്ചകൾ അല്ലേ? ഞാൻ പത്രം നോക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴാണ് ഈ മാതിരി കാര്യങ്ങൾ. VD സതീശൻ പറയുന്നുണ്ട് കേട്ടോ, മുഖ്യമന്ത്രി മാപ്പ് പറയണം. ഇയാള് മാപ്പ് പറഞ്ഞിട്ട് എന്ത്? പറഞ്ഞതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മാപ്പ് പറഞ്ഞാൽ തീരുവോ?
എടോ ഒരു മാപ്പ് കൊണ്ട് തീരില്ലടോ, മാപ്പ് കൊണ്ട് തീരുതൊക്കെ. ഇതിനൊക്കെ ഒറ്റ മറുപടിയേ ഉള്ളൂ. അതാണ് ജനങ്ങളിങ്ങനെ വരിയായി നിന്ന് ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് ഇതിനൊക്കെ മറുപടി പറയും സതീശ. അല്ലാതെ മാപ്പ് കോപ്പ് ഒന്നും വേണ്ട, ഇയാളുടെ മാപ്പ് നമുക്ക് വേണ്ടാന്നേ. ജി സുധാകരനെതിരെ പ്രയോഗിച്ച ചെറ്റത്തരം പരാമർശം പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയണം. ജി സുധാകരൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആണ്, എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പൊതുപ്രവർത്തകനാണ്. പറയുന്നത് UDF നേതാവാണ്, മനസ്സിലാക്കണം നിങ്ങൾ. ഒരു UDF നേതാവ് പറയുകയാണ്, പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ജി സുധാകരൻ മഹാനാണ്. അതാണ് ഒരു കമ്മ്യൂണിസ്റ്റ്. ഒരു കമ്മ്യൂണിസ്റ്റ് ആരാവണം എന്ന് ചോദിച്ചാൽ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് പറയാ ജി സുധാകരനെ പോലെ ആവണം, അതല്ലാതെ മുഹമ്മദ് റിയാസിനെ പോലെ ആവണം എന്നല്ല കേട്ടോ പറയേണ്ടത്. ആ കഥകൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. മരുമോന്റെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ.